രാജ്യത്ത് ഇപ്പോൾ നിരവധിയായി സംഭവിച്ചു വരുന്ന അനർത്ഥങ്ങളിലെ പ്രധാനപ്പെട്ട ഒന്നാണ് ജോലിഭാരം കാരണം നിരവധി ആളുകൾ ആത്മഹത്യ ചെയ്യുന്നത്. രാജ്യത്തിപ്പോൾ ജോലി നിമിത്തം ആത്മഹത്യ ചെയ്യുന്നവരുടെ എണ്ണം നമുക്ക് ചിന്തിക്കാവുന്നതിലും അപ്പുറമാവുകയാണ്. ജീവിതം രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി, കുടുംബങ്ങളെ നോക്കുന്നതിന് വേണ്ടി, അന്നത്തെ ആഹാരത്തിന് വേണ്ടി പണിയെടുക്കുന്നവർ വരെ ആത്മഹത്യ ചെയ്യുന്നതിന്റെ വക്കുവരെ എത്തുന്ന തരത്തിലുള്ള നിരവധി കമ്പനികൾ ഇന്ത്യയിൽ ഇപ്പോൾ നിലനിൽക്കുകയാണ്. ഇത്തരത്തിൽ പാവങ്ങൾ ആത്മഹത്യ ചെയ്യുന്നതിന് ഒരുപക്ഷെ വലിയ കമ്പനികളും നമ്മുടെ സർക്കാരും വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. രാജ്യത്ത് നിരവധി യുവാക്കളാണ് തൊഴിൽ രഹിതരായി നിലനിൽക്കുന്നത്. അത്തരത്തിൽ തൊഴിൽ രഹിതരായ യുവാക്കൾ ഏതെങ്കിലും ജോലി കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്നതാകട്ടെ തുച്ഛമായ ശമ്പളവും. എന്നാൽ അതിനേക്കാൾ ഇരട്ടിയായ ജോലിഭാരവുമാണ് ഓരോ കമ്പനികളും നൽകിക്കൊണ്ടിരിക്കുന്നത്. ജീവിത പ്രാരാബ്ദങ്ങളും സാമ്പത്തികമായ നിലനിൽപ്പിനും വേണ്ടിയായിരിക്കാം ഓരോ ആളുകളും ഇത്തരത്തിലുള്ള ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടും എന്ത് കാരണത്താലായിരിക്കാം ഇത്തരത്തിൽ ആളുകൾ ആത്മഹത്യയുടെ വക്കിലെത്തുന്നതെന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എല്ലാ ജോലി സ്ഥാപനങ്ങളിലും ഇത്തരത്തിലുള്ള ശമ്പളമില്ലായ്മയും ജോലിഭാരങ്ങളും നിലനിൽക്കുകയാണ്. 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ വിശ്രമം, 8 മണിക്കൂർ ഉറക്കം എന്ന നിയമങ്ങളൊന്നും ഒരു കമ്പനികളും ഇപ്പോൾ പാലിക്കുന്നില്ല. 8 മണിക്കൂറിനപ്പുറം നിരവധി ആളുകളെ ജോലി ചെയ്യിപ്പിക്കുകയും അവരുടെ മാനസികാവസ്ഥ തന്നെ ഇല്ലാതാക്കുകയും വിശ്രമിക്കാനിരിക്കുന്ന സമയത്ത് വരെ വർക്ക് നൽകുകയും ചെയ്യുന്ന നിരവധി കമ്പനികൾ നമ്മുടെ ചുറ്റുമുണ്ട്. ഉറക്കം പോലും നൽകാത്ത നിരവധി കമ്പനികളാണ് ഇപ്പോൾ ഇന്ത്യയിലുള്ളത്. ജോലി സമ്മർദ്ദവും ശമ്പളം പിടിക്കുമെന്ന ഭീഷണിയും കാരണം ബജാജ് ഫിനാൻസ് ജീവനക്കാരൻ ആത്മഹത്യ ചെയ്തു. ഉത്തർപ്രദേശിലെ ജാർഖണ്ഡിൽ ബജാജ് ഫിനാൻസിലെ ഏരിയ മാനേജറായി ജോലി ചെയ്തിരുന്ന 42-കാരനാണ് ആത്മഹത്യ ചെയ്തത്. കഴിഞ്ഞ 2 മാസമായി തന്റെ ടാർഗറ്റ് നിറവേറ്റാൻ ജോലി സ്ഥലത്തെ സീനിയർമാർ തന്നിൽ സമ്മർദ്ദം ചെലുത്തുന്നുവെന്നും ശമ്പളം വെട്ടിക്കുറയ്ക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടെന്നും തരുൺ സക്സേന എന്ന വ്യക്തി ആത്മഹത്യക്കുറിപ്പിൽ പറയുന്നു. രാവിലെ വീട്ടുജോലിക്കാരി വീട്ടിലെത്തിയപ്പോഴാണ് തരുണിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഭാര്യയും 2 മക്കളും ഇയാൾ മറ്റൊരു മുറിയിൽ പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. കമ്പനിയുടെ ടാർഗറ്റ് ലക്ഷ്യത്തിലെത്താൻ കമ്പനി അധികൃതർ തരുണിനുമേൽ തുടർച്ചയായി സമ്മർദ്ദം ചെലുത്തിയിരുന്നതായി കുടുംബാംഗങ്ങൾ ആരോപിച്ചു. അതേസമയം ആരോപണങ്ങളോട് ബജാജ് ഫിനാൻസ് ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല. അതേസമയം തന്നെ നമ്മുടെ കേരളത്തിൽ മൂവാറ്റുപുഴയിൽ വിദ്യാഭ്യാസ വകുപ്പ് സൂപ്രണ്ടും ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഇൻചാർജുമായ ശ്യാംകുമാർ എന്ന വ്യക്തിയും ജോലി സമ്മർദ്ദം മൂലം ആത്മഹത്യ ചെയ്തതായി വാർത്തകൾ വന്നിരുന്നു. കഴിഞ്ഞ ശനിയാഴ്ച പുലർച്ചെ വീട്ടിൽ നിന്നും കാണാതായ ശ്യാംകുമാറിനെ മരിച്ച നിലയിലാണ് അധികൃതർ കണ്ടെത്തിയത്. ജോലിഭാരം കാരണം ശ്യാംകുമാർ വളരെയധികം അസ്വസ്ഥനാണെന്നും ജോലി സമ്മർദ്ദം മൂലം ആത്മഹത്യ ചെയ്തതാണെന്നും കുടുംബാംഗങ്ങൾ അറിയിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ ആത്മഹത്യ ചെയ്ത അന്നയുടെ മരണവും നമ്മൾ മറക്കാൻ സാധ്യതയില്ല. സാമൂഹിക മാധ്യമങ്ങളിൽ അടക്കം വലിയ ചർച്ചകൾക്ക് ആ ആത്മഹത്യ വഴിവെച്ചിരുന്നു. ഒരുപക്ഷെ ജോലിഭാരം നിമിത്തം ആത്മഹത്യ ചെയ്യുന്നവരുടെ എണ്ണങ്ങളെക്കുറിച്ച് നമ്മൾ അറിയാൻ ശ്രമിച്ചതും അന്നയുടെ മരണം മൂലം തന്നെയാണ്. ഇത്തരത്തിൽ നിരവധി ജീവനുകൾ പൊലിഞ്ഞു പോകുമ്പോൾ അതിനെല്ലാം കാരണക്കാർ സാമ്പത്തികമായി മുന്നിട്ട് നിൽക്കുന്ന വലിയ കമ്പനികൾ തന്നെയാണ്. സാധാരണക്കാരായ തൊഴിലാളികൾക്ക് കൃത്യമായ ജോലി സമയവും ശമ്പളവും മാത്രമല്ല, അവർക്ക് വിശ്രമവും നൽകേണ്ടതും വലിയ കമ്പനികളുടെ ഉത്തരവാദിത്തം തന്നെയാണ്. അത് കൃത്യമായി ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്വവുമാണ്. അത് ചെയ്തില്ലെങ്കിൽ ഇനിയും നിരവധിയായ സാധാരണ തൊഴിലാളികളുടെ ജീവന് ഭീഷണിയാകുമെന്നുള്ളത് തീർച്ചയാണ്. അതിനാൽ തന്നെ ജനങ്ങൾക്ക് നീതിപൂർവമായി ജോലി ചെയ്യുന്നതിനും വിശ്രമിക്കുന്നതിനും അവരുടെ കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനും അവരുടെ മാനസികമായ വിശ്രമത്തിനും എല്ലാത്തിനും കൃത്യമായ നടപടികൾക്ക് വേണ്ടി പരിശ്രമിക്കേണ്ടതാണ്. ഇന്ത്യയിലെ ജോലിയുടെ സിസ്റ്റമായിരിക്കാം ഇപ്പോൾ നിരവധി യുവാക്കളെ പുറം രാജ്യങ്ങളിലേക്ക് പോകുവാൻ നിർബന്ധിതരാക്കുന്നത്. മറ്റ് രാജ്യങ്ങളിലെ ജോബ് കൾച്ചർ ഒരു പരിധിവരെ ഇതിൽ നിന്ന് വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെയാണ് നിരവധി വിദ്യാർത്ഥികൾ ഇപ്പോൾ പുറം രാജ്യങ്ങളിലേക്ക് പറക്കുന്നത്. ഇതിനെല്ലാം കൃത്യമായ നടപടികൾ സ്വീകരിച്ച് തൊഴിലാളികൾക്ക് മാനസികവും ശാരീരികവുമായ ജോലി അന്തരീക്ഷം സൃഷ്ടിക്കുവാൻ സർക്കാർ ഇനി ശ്രമിക്കേണ്ടതാണ്. അതിലൂടെ ഒരു പരിധിവരെ ഇത്തരത്തിലുള്ള ആത്മഹത്യകൾ നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കും.